ബ്രിട്ടീഷ് സാഹിബ് നെല്ലിയാമ്പതിയിലെ തോട്ടങ്ങളിൽ അടിമകളെയാണ് തൊഴിലെടുപ്പിച്ചിരുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും ജോലിക്കായി ആളെ എത്തിച്ചിരുന്നു. അന്നത്തെ അടിമകളുടെ പിന്മുറക്കാരുടെ ജീവിതത്തിലും വലിയ വ്യത്യാസമൊന്നും സംഭവിച്ചിട്ടില്ല. വെറും 219 രൂപയാണ് ഒരു ദിവസത്തെ കൂലി. ഇതാവട്ടെ കുറഞ്ഞ തൊഴിലാളികളെ വെച്ച് കൂടുതൽ തൊഴിലെടുപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ 1000 തൊഴിലാളി പണി ചെയ്തവിടെ ഇപ്പോൾ ഒന്ന് നേരെ 500 പോലും ഇല്ല, 300 തൊഴിലാളിനെ വെച്ച് വർക്ക് ലോഡ് കൂട്ടിക്കൊണ്ട് ജോലി അവസ്ഥ കൂട്ടിക്കൊണ്ടും അതിനനുസരിച്ചുള്ള കൂലിയോ വേതനങ്ങളോ കൊടുക്കുന്നില്ല. അയാൾ പിരിഞ്ഞു പോണ കാലത്ത് ഗ്രാറ്റുവിറ്റി പോലും കൊടുക്കാൻ പറ്റില്ല, അതങ്ങനെ ഒരു നിയമമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറ്റിക്കുന്ന മാനേജ്മെൻറ്റും നെല്ലിയാമ്പതിയിൽ ഉള്ളതാണ്. ദിവസവും തോട്ടം ഉടമയുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശത്തിന് വിധേയമായി പണിയെടുക്കണം. ഇതിൽ വീഴ്ച വരുത്തിയാൽ ശിക്ഷാ നടപടിയുമുണ്ടാവും. അത് നമ്മൾ ചോദ്യം ചെയ്യാൻ പോയി കഴിഞ്ഞ് പറഞ്ഞാൽ അവനെ ഈ കമ്പനി നോട്ടപ്പുള്ളിയാക്കി, പിന്നെ അവനെ പല കഠിനമായ ജോലിക്ക് ബുദ്ധിമുട്ടുകൾ ഏർപ്പെടുത്തുക. പിന്നെ അങ്ങനെ പ്രയാസം വരുന്ന സമയത്ത് എന്ത് നമ്മളിവിടെ ഇരുന്ന് ജീവിക്കുന്നുള്ള ഒരു ചിന്ത വന്നിട്ട് ഇവിടെ നിന്ന് പോവുക. കാരണം സ്വന്തമായി ഒരു സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ ഞങ്ങൾ അനുഭവിക്കുന്നത്. ലേബർ ഓഫീസിൽ നിന്നടക്കം സർക്കാർ ഉദ്യോഗസ്ഥർ തോട്ടങ്ങളിലെത്തുമെങ്കിലും മാനേജരെ കണ്ടു മടങ്ങുമെന്നും ഇവർ പറയുന്നു. സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയില്ലാത്തവരാണ് ഭൂരിപക്ഷം തൊഴിലാളികളും. എങ്കിലും മിക്ക ആളുകൾക്കും APL റേഷൻ കാർഡാണുള്ളത്. തോട്ടം ഉടമകളിൽ നിന്നും സർക്കാരിൽ നിന്നും നീതി ലഭിക്കാതെയാണ് ഇവരുടെ ജീവിതം മുന്നോട്ടു പോകുന്നത്. തൊഴിലാളികളുടെ സേവനം മൂലം കോടികളുടെ ലാഭമാണ് എസ്റ്റേറ്റ് ഉടമകൾക്കുണ്ടാകുന്നത്. എന്നാൽ ഇതിന്റെ മെച്ചമൊന്നും തൊഴിലാളികൾക്ക് ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും ചൂഷണത്തിന് വിധേയമാകുകയും ചെയ്യുന്നു. നെല്ലിയാമ്പതിയിൽ നിന്നും ക്യാമറ പേഴ്സൺ ഷിജു ചിറ്റൂരിനോടൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1.